ചോദ്യം ഇതാണ്: ഇസ്ലാമിൽ ഒന്നാം പ്രമാണം ഖുർആൻ, രണ്ടാം പ്രമാണം ഹദീസ്, അതിനുശേഷം ഇജ്മാ, ഖിയാസ് എന്നൊക്കെ മദ്രസയിൽ പഠിച്ചത് ഓർമ്മയുണ്ട്. യഥാർത്ഥത്തിൽ ഹദീസുകളും അള്ളാഹു വഹി നൽകിയ കാര്യങ്ങളല്ലേ? അപ്പോൾ ഇവ തമ്മിൽ വേർതിരിവിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ചോദ്യം ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ചുള്ളതാണ്. അഥവാ ഒന്നാം പ്രമാണം ഖുർആനാണ്, രണ്ടാം പ്രമാണം ഹദീസാണ്. ഇവ രണ്ടും ഒരുപോലെയല്ലേ എന്ന് അവിടെ ചെറുതായിട്ടൊരു തിരുത്തൽ ആവശ്യമാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്ന് പരിശുദ്ധ ഖുർആനാണ്, രണ്ട് തിരുചര്യ സുന്നത്താണ്, ഹദീസല്ല, സുന്നത്താണ്. സുന്നത്ത് നമുക്ക് ലഭ്യമാവുന്നത് ഹദീസിലൂടെയാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഒന്നാം പ്രമാണം പരിശുദ്ധ ഖുർആനും രണ്ടാം പ്രമാണം പ്രവാചക ചര്യയും, പിന്നീട് അനുബന്ധ പ്രമാണങ്ങളായിട്ടാണ് ഇജ്മാഉം ഖിയാസും കടന്നു വരുന്നത്. സ്ഥിരപ്പെട്ട ഇജ്മാഅ്, വ്യക്തമായിട്ടുള്ള ഖിയാസ്. അപ്പോൾ ഈ ഒന്നാം പ്രമാണവും രണ്ടാം പ്രമാണവും ഒരുപോലെയല്ല. ഒന്നാമത്തേതാണ് പരിശുദ്ധ ഖുർആൻ. അതിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അതിലൊന്ന് സൂറത്തു ഹിജ്റിലെ 9-ാമത്തെ വചനത്തിൽ അല്ലാഹ് എടുത്തു പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആനിനെ നാമാണ് ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുന്നതാണ്. 2 സൂറത്തു ഫുസ്സിലത്തിലെ 42-ാമത്തെ വചനമാണ്, ലാ യഅ്തിഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്. പരിശുദ്ധ ഖുർആനിൽ ഒരിക്കലും ബാത്തിൽ കടന്നു വരികയില്ല. ആ ബാത്തിൽ കടന്നു വരാത്ത ഏക ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. എന്താ കാരണം? അത് അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്, ഹക്കീമും ഹമീദുമായ റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് എന്നാണ്. പിന്നീട് സൂറത്തു ഇസ്രായിലെ വചനം, നേരത്തെ നമ്മളത് വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. ഏറ്റവും നേരായ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്, വഴി കാണിച്ചു തരുന്നത് പരിശുദ്ധ ഖുർആനാണ്. അത് ആ ഖുർആനിൻ്റെ മാത്രം പ്രത്യേകതയാണ്. മറ്റൊന്ന് ലാ റൈബ ഫീഹി, സൂറത്തു ബഖറയിലെ തുടക്കം, ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ പ്രാധാന്യം. എന്നാൽ പ്രവാചക ചര്യ, ആ പ്രവാചക ചര്യയാണ് രണ്ടാം പ്രമാണം, ഹദീസല്ല രണ്ടാം പ്രമാണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞല്ലോ, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസക്തും ബിഹിമ. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നു, അത് മുറുകെ പിടിക്കുന്ന പക്ഷം, അതിനെ നിങ്ങൾ അവലംബിക്കുന്ന പക്ഷം നിങ്ങൾ വഴിപിഴക്കുകയില്ല. അതിലൊന്ന് അള്ളാഹുവിൻ്റെ കിതാബാണ്, 2 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ആ സുന്നത്ത് നമുക്ക് ലഭ്യമാവുന്നതാണ് ഹദീസുകളിലൂടെ. പക്ഷേ ഹദീസുകളെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് കൃത്യമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. ഹദീസു നിദാന ശാസ്ത്രമുണ്ട്, ഹദീസു നിദാന ശാസ്ത്രം, ഇൽമുൽ ഹദീസ്. ഹദീസുകളിൽ അംഗീകരിക്കാൻ പാടില്ലാത്ത ലഈഫായ ദുർബലമായിട്ടുള്ളവയുണ്ട്, അംഗീകരിക്കേണ്ട മഖ്ബൂലായിട്ടുള്ള സ്വീകാര്യയോഗ്യമായിട്ടുള്ള സ്വഹീഹായിട്ടുള്ള ഹദീസുകളുണ്ട്. ആ സ്വഹീഹും ലഈഫും വേർതിരിക്കുന്നിടത്ത് ഹദീസു നിദാന ശാസ്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹദീസു നിദാന ശാസ്ത്ര പ്രകാരം ശരിയായിട്ടുള്ള ഹദീസുകളെ മാത്രമേ നമ്മൾ പ്രമാണമായിട്ട് എന്ത് ചെയ്യേണ്ടതുള്ളൂ, സ്വീകരിക്കേണ്ടതുള്ളൂ. പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിനെ നമ്മൾക്ക് ഹദീസായിട്ട് പരിഗണിക്കാൻ സാധ്യമല്ല, അത് സ്വഹീഹായ ഹദീസുകളുടെ ഗണത്തിൽ ഉൾപ്പെടുകയുമില്ല എന്നും തിരിച്ചറിയണം. അങ്ങനെ നെല്ലും പതിരും വേർതിരിച്ചറിഞ്ഞ് സ്വഹീഹായിട്ടുള്ള ഹദീസുകളെ മാത്രമാണ് പ്രമാണമായിട്ട് സ്വീകരിക്കേണ്ടത്. അഥവാ അതാണ് സുന്നത്തിനെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ബോധ്യപ്പെടുത്തി തരുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറഞ്ഞതിൽ പലപ്പോഴും വളരെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ള തോന്നുന്നത്, ഖുർആൻ ഹദീസ് ഇങ്ങനെയാണ് പ്രമാണങ്ങളുടെ ഘടന പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. എന്നാൽ ഖുർആനും നബിചര്യയുമാണ് ഇസ്ലാമിലെ പ്രമാണങ്ങൾ എന്ന ഒരു ഭാഗം പ്രത്യേകം ഊന്നി പറയണം എന്ന് തോന്നുകയാണ്.